വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 22:1 മുതൽ 13 വരെ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ 12 പേരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. അവൻ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവൻ. അവൻ വിരിച്ചൊരുക്കിയൊരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഗ്രീക്കുകാരനായ ലൂക്കോസ് മറ്റൊരു ഗ്രീക്കുകാരനായ തിയോഫിലോസിനാണ് ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും യഹൂദന്മാരെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാം. യഹൂദന്മാരല്ല അവർ, പക്ഷേ അവരുടെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ കേട്ടുകേൾവിയുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ് പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു എന്ന് പറഞ്ഞത്. യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ എന്ന് ലൂക്കോസിനും തിയോഫിലോസിനും അറിയാം. ആ സമയത്ത് ആണ് യേശുവിൻ്റെ ക്രൂശീകരണം നടന്നത് എന്ന് പിന്നീട് ലൂക്കോസ് എഴുതുന്നുണ്ട്. എല്ലാ സുവിശേഷങ്ങളിലും നമുക്കത് കാണാനും സാധിക്കും. പെസഹയിലൂടെയാണ് യഹൂദ രാഷ്ട്രം തന്നെ നിലവിൽ വന്നത്. ഏതാണ്ട് 400-ലധികം വർഷം ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ അടിമകളായിരുന്നു. അവർ അടിമകളായിട്ടല്ല അവിടെ താമസം തുടങ്ങിയത്. അവിടുത്തെ മന്ത്രിയായ യോസേഫിൻ്റെ സഹോദരന്മാർ എന്ന നിലയിലാണ് അവിടെ താമസം തുടങ്ങിയത്. എന്നാൽ പിന്നീട് വന്ന രാജാവ് അവരെ അടിമകളാക്കി, അവരെ അധികം ദ്രോഹിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയെ അയച്ചു, വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. എങ്കിലും അവിടുത്തെ രാജാവ് ഫറവോൻ ഇസ്രായേൽ മക്കളെ വിടാൻ തയ്യാറായില്ല. 9 ബാധകളുണ്ടായി. ആ 9 ബാധകൾക്ക് ശേഷവും ഈജിപ്തിലെ രാജാവ് ഇസ്രായേൽ മക്കളെ സ്വതന്ത്രരാക്കാൻ തയ്യാറായില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ 10ാമതൊരു ബാധ അയക്കും. ആ ബാധ വരുമ്പോൾ ഈജിപ്തിലെ രാജാവ് ഫറവോൻ ഇസ്രായേൽ മക്കളെ വിടുവിക്കും, അവരെ സ്വതന്ത്രരായി വിടും. പക്ഷേ ഈ ബാധയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ ബാധ ഈജിപ്തിലുള്ളവർക്ക് മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്കും ഉണ്ടാകും. ആ ബാധ ഇതാണ്: സംഹാരദൂതൻ ആ ദേശത്തു കൂടി കടന്നു പോകുമ്പോൾ ആ ദേശത്തുള്ള എല്ലാ വീട്ടിലെയും ആദ്യജാതനെ കൊല്ലും. അത് ഈജിപ്ഷ്യനായാലും കൊള്ളാം, ഇസ്രായേലിനായാലും കൊള്ളാം, ആദ്യജാതനെ കൊല്ലും. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ വീട്ടിലെ ആദ്യജാതൻ കൊല്ലപ്പെടാതിരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു ആടിനെ തിരഞ്ഞെടുക്കുക, അതിനെ 2 ആഴ്ച സൂക്ഷിക്കണം. അതിനുശേഷം പെസഹായുടെ ദിവസം ആ ആടിനെ അറുത്ത് അതിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ വാതിലിൻ്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുക. പുറത്തു നോക്കുമ്പോൾ ഈ വാതിലിൽ രക്തം കാണും. അങ്ങനെ രക്തമുള്ള വീടുകളിൽ ഉള്ള ആളുകൾ, അവരുടെ ആദ്യജാതൻ കൊല്ലപ്പെടുകയില്ല, അല്ലാത്തവരുടെ ആദ്യജാതൻ കൊല്ലപ്പെടും. ഇസ്രായേൽ മക്കൾ എല്ലാവരും ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ഒരു ആടിനെ എടുത്തു, ആടിനെ കൊന്നതിൻ്റെ രക്തം അവരുടെ വാതിൽക്കൽ പുരട്ടി. അന്ന് രാത്രി സംഹാരദൂതൻ വന്നു. രക്തം കണ്ട വീടുകളിലൊന്നും സംഹാരദൂതൻ കയറിയില്ല. എന്നാൽ ഇതറിയാതിരുന്ന മിസ്രയീമ്യരുടെ, ഈജിപ്തുകാരുടെ വീടുകളിൽ ഉണ്ടായിരുന്ന ആദ്യജാതന്മാരെല്ലാം ആ രാത്രി കൊല്ലപ്പെട്ടു. അടിമ തുടങ്ങി, തടവറയിൽ കിടക്കുന്നവൻ തുടങ്ങി,
രാജാവിൻ്റെ വരെ ആദ്യജാതൻ കൊല്ലപ്പെട്ടു. ഈജിപ്തിൽ വലിയ കരച്ചിലുണ്ടായി. കാരണം എല്ലാ വീട്ടിലും മരണം സംഭവിച്ചു. ആളുകൾക്ക് മനസ്സിലായി ഇത് ഉണ്ടായത് ഇസ്രായേൽ മക്കളെ അടിമകളാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്, അവരെ വിടാത്തത് കൊണ്ടാണ്. ഫറവോൻ ഇസ്രായേൽ മക്കളോട് പെട്ടെന്ന് തന്നെ ആ രാത്രിയിൽ തന്നെ ഈജിപ്റ്റ് വിട്ടു പോകാൻ പറഞ്ഞു. അങ്ങനെ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ രാത്രിയിൽ തന്നെ പലായനം ചെയ്തു. അവർ അപ്പമുണ്ടാക്കാൻ മാവ് കുഴച്ചു വെച്ചിരുന്നു. പക്ഷേ അപ്പമുണ്ടാക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ ആ മാവും കൊണ്ട് അവർ പോയി. ഈ സംഭവം എല്ലാ വർഷവും ഇസ്രായേൽ മക്കൾ ഓർക്കണമെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നു. അതാണ് പെസഹ. 2 കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ സമയത്ത് അവരുടെ വീട്ടിൽ പുളിപ്പൊന്നും പാടില്ല. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോന്നപ്പോൾ അവരുടെ മാവ് പുളിച്ചിരുന്നില്ല. മിസ്രൈമിൽ ഉണ്ടായിരുന്ന ഒരു പുളിപ്പും അവരോടൊപ്പം വന്നില്ല. രണ്ടാമത്, ഒരാടിനെ അറുത്ത ആടിൻ്റെ രക്തം അവരുടെ വീടിൻ്റെ വാതിൽക്കൽ പുരട്ടിയതുകൊണ്ടാണ് അവർക്ക് രക്ഷ കിട്ടിയത്. അതിനെ ഓർമ്മിപ്പിക്കുവാനായി എല്ലാ പെസഹയുടെ സമയത്തും, ആ പെസഹയ്ക്ക് 14 ദിവസം മുമ്പ് ഒരാടിനെ വേർതിരിച്ച് നിർത്തണം. പെസഹയുടെ അന്ന് ആ ആടിനെ കൊന്ന് അതിൻ്റെ രക്തം പുരട്ടണം. മാത്രമല്ല, അതിൻ്റെ ഇറച്ചി ഇവരെല്ലാവരും കൂടി ചേർന്ന് ചുട്ട് തിന്നണം. കയ്പ് ചീരിയോട് കൂടി ഇത് തിന്നണം. ഇതാണ് ഈ പെരുന്നാൾ. ഇതിവരെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഉത്ഭവത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് പെസഹ എല്ലാ യഹൂദിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആയിരുന്നത്. ദൈവം അവർക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം കൊടുത്തതിനെ ഓർമ്മിപ്പിക്കുന്ന പെരുന്നാൾ. ഈ പെരുന്നാളിൻ്റെ സമയത്ത് യേശുവും ശിഷ്യന്മാരും യെരുശലേമിലെത്തി. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാർ കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു കൊല്ലപ്പെടുവാൻ പോവുകയാണ്. താൻ ആദ്യജാതനാണ്, ദൈവത്തിൻ്റെ ഏകപുത്രനാണ്. താൻ കൊല്ലപ്പെടുവാൻ പോവുകയാണ്. കൊരിന്ഥി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. യേശുവിൻ്റെ മരണം പെസഹ കുഞ്ഞാടിൻ്റെ മരണം പോലെയാണ്. അല്ലെങ്കിൽ പെസഹ കുഞ്ഞാട് കൊല്ലപ്പെട്ടത് അനേക വർഷങ്ങൾ, ആയിരക്കണക്കിന് കുഞ്ഞാടുകളെ കൊന്ന് ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചു. എന്നാൽ ഈ ചടങ്ങ് ദൈവപുത്രൻ മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു, ഒരു നിഴലായിരുന്നു. അതിൻ്റെ പൊരുൾ ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു. മറ്റൊരു കാര്യം, യഹൂദൻ പെസഹ ആചരിച്ചിരുന്നപ്പോൾ ഒരിക്കലും അവർ ആ ആട്ടിൻകുട്ടിക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നു, അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നു, രക്തം വാതിൽക്കൽ പുരട്ടുന്നു. ആ ആടിനെ അവർ ഓർത്തില്ല. മാത്രമല്ല, ആ ആടൊരിക്കലും സ്വയമായി ഇവർക്ക് വേണ്ടി കൊല്ലപ്പെടാൻ തയ്യാറായതുമില്ല. അതിനെ വലിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിന് മനസ്സില്ലാത്ത അതിനെ കൊല്ലുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താൻ യഥാർത്ഥ പെസഹ കുഞ്ഞാടായി ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. യെരുശലേമിൽ താൻ തിരസ്കരിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും തനിക്കറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ താൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. യേശു തൻ്റെ ജീവകാലത്ത് പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ തനിക്ക് മനസ്സായി. താൻ സ്വമനസ്സാലെ കൊല്ലപ്പെടുവാൻ തയ്യാറായി. ആ പെസഹ ആചരണം നടന്ന അന്നു മുതൽ യഥാർത്ഥ പെസഹ കുഞ്ഞാടിനെ ആളുകൾ സ്മരിക്കുവാൻ തുടങ്ങി. പെസഹ എന്ന ചടങ്ങിനെയല്ല ഇപ്പോൾ ആളുകൾ ഓർമ്മിക്കുന്നത്, യഥാർത്ഥ പെസഹ കുഞ്ഞാടിനെയാണ് ഓർക്കുന്നത്. അതിൻ്റെ കാരണം, ആ കുഞ്ഞാട് കൊല്ലപ്പെട്ടു, അവൻ്റെ രക്തം ചൊരിഞ്ഞു. പക്ഷേ തൻ്റെ രക്തം മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. മാത്രമല്ല, താൻ ഉയർത്തെഴുന്നേറ്റു. പെസഹ കുഞ്ഞാടിനെ കൊന്ന ആളുകൾ ആ കുഞ്ഞാടിനെ ഓർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അടുത്ത വർഷം വീണ്ടും ആടിനെ കൊല്ലണം. എന്നാൽ യേശു ക്രിസ്തു യഥാർത്ഥ പെസഹ കുഞ്ഞാടായി തൻ്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഒഴുക്കിക്കളഞ്ഞത് ഒരിക്കലായി നടത്തിയ ഒരു ചടങ്ങാണ്. അതിനി ചെയ്യേണ്ട ആവശ്യമില്ല.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം. തൻ്റെ മരണത്തിലൂടെ മനുഷ്യന് പാപപരിഹാരവും നിത്യജീവനും ലഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. എന്നാൽ ആ സംഭവം നടന്നപ്പോൾ പല ആളുകളും അതിൽ ഭാഗഭാക്കുകളായി. അവർ ദൈവത്തിൻ്റെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ എന്ന നിലയിലാണ് പലതും ചെയ്തതെങ്കിലും ദൈവം അതിനെയൊക്കെ തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായി ഉപയോഗിച്ചു. അതാണ് യൂദയുടെ ജീവിതത്തിലും മഹാപുരോഹിതന്മാരുടെ ജീവിതത്തിലും ശാസ്ത്രിമാരുടെ ജീവിതത്തിലും നാം കാണുന്നത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവർ യഹൂദന്മാരുടെ ഭരണാധികാരികളായിരുന്നു. പക്ഷേ അവർ ജനത്തെ ഭയപ്പെട്ടു. അവർ നേതൃസ്ഥാനത്തുള്ളവരായിരുന്നു, പക്ഷേ അവർക്ക് ആളുകളെ പേടിയായിരുന്നു. ഇതൊരു നേതാവിന് ചേർന്ന ഗുണമല്ല. മനുഷ്യരെ പേടിക്കുന്നവർ നേതാക്കളല്ല, നല്ല നേതാക്കളല്ല. നമുക്കറിയാം, മോശ തന്നെ കൊല്ലുവാൻ പലപ്പോഴും ഇസ്രായേൽ മക്കൾ തന്നെ ഒരുങ്ങിയതാണ്. എന്നാൽ താൻ ദൈവത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നു. നല്ല നേതാക്കൾ ജനത്തെ ഭയപ്പെടുന്നവരല്ല, മറിച്ച് സത്യം എന്താണോ അത് ചെയ്യുവാനും ദൈവത്തെ അനുസരിക്കാനും തയ്യാറാകുന്നവരാണ്. ഈ മഹാപുരോഹിതന് ഈ ശുശ്രൂഷ ലഭിച്ചത് അഹരോൻ്റെ പാരമ്പര്യം വഴിയാണ്. ലേവ്യ ഗോത്രത്തിലുള്ള അഹരോന് പൗരോഹിത്യം ലഭിച്ചു. അഹരോൻ്റെ സന്തതികളായിട്ടുള്ളവരാണ് മഹാപുരോഹിതന്മാർ. ഈ അഹരോന് ഈ പൗരോഹിത്യം സ്ഥിരമായി ലഭിക്കാൻ കാരണം അഹരോൻ്റെ തന്നെ ഒരു മകനുണ്ടായിരുന്നു, എലിയാസർ. അവൻ ജനത്തെ ഭയപ്പെടാതെ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി. മനുഷ്യർ എന്തു ചിന്തിക്കുന്ന അവൻ ആലോചിച്ചില്ല. ദൈവത്തിനു വേണ്ടി അവൻ വീര്യം പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് പുരോഹിത ശുശ്രൂഷ അഹരോനും തൻ്റെ സന്തതികൾക്കും ദൈവം ശാശ്വത അവകാശമായി കൊടുത്തത്. ആ അഹരോൻ്റെ മകനായി വന്നിരിക്കുന്ന ഈ മഹാപുരോഹിതൻ, അയാളെക്കുറിച്ച് വായിക്കുന്നത് അവർ ജനത്തെ ഭയപ്പെട്ടു. അവർ ജനത്തെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജനത്തെ ഭയപ്പെട്ടുകൊണ്ട് യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. യേശുവിനെ പുരുഷാരത്തിൻ്റെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്താൽ ആളുകൾ അവർക്കെതിരെ തിരിയും. അതുകൊണ്ട് ആളുകൾ കാണാത്ത ഒരു സമയത്ത് യേശുവിനെ അറസ്റ്റ് ചെയ്യണം, അവനെ ഇല്ലാതാക്കണം. ഇതിനൊരു സൂത്രം, ഉപായം അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നു. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കടന്നു. മഹാപുരോഹിതന്മാരിലും ശാസ്ത്രിമാരിലും സാത്താൻ കടന്നു എന്ന് നമ്മൾ വായിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ലോകവും ഈ ലോകത്തിലുള്ള മനുഷ്യരും അതിലുള്ള വ്യവസ്ഥകളുമെല്ലാം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾ സ്വതവേ ദുഷ്ടൻ്റെ അധീനതയിൽ ഉള്ളവരാണ്. എന്നാൽ യൂദ അവനങ്ങനെ അല്ലായിരുന്നു. കാരണം യേശു അവനെ തിരഞ്ഞെടുത്തു. 12 ഒരുവനായി യേശുവിനോട് കൂടെ യൂദ നടന്നിരുന്നു. എന്നാൽ യൂദയുടെ ഉള്ളിൽ സാത്താൻ കയറി. ഇത് നമ്മെ വളരെയധികം ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം യേശുവിനോട് ഏറ്റവും അടുത്ത് നിന്നയാളാണ് യൂദ. 12 ഒരുവനായിരുന്നു. ശിഷ്യന്മാരാണ് യേശുവിനോട് ഏറ്റവും അടുത്ത് നിന്നത്. അവരിൽ ഒരുത്തനിൽ സാത്താൻ കയറി അവനെ കൊണ്ട് ഈ ഹീനകൃത്യം ചെയ്യിച്ചു. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും സൂക്ഷിക്കണം. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്കും തന്ത്രങ്ങൾക്കും വശംവദരാകാനുള്ള സാധ്യത എല്ലാവർക്കുമുണ്ട്. പലരും കരുതുന്നത് പോലെ സാത്താനെ ഞാൻ ബന്ധിക്കുന്നു, ഞാൻ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ എല്ലാ ശക്തിയും തീരും എന്ന് കരുതരുത്. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പലരും കേട്ട് കാണും, സാത്താനെ ഞാൻ ബന്ധിക്കുന്നു, ഞാൻ ഭത്സിക്കുന്നു എന്നൊക്കെ. അടുത്ത ആഴ്ച ഇവർ ഇത് തന്നെ പറയും. അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ ആഴ്ച ബന്ധിച്ചു, പിന്നെ ഇവരെന്തിനാ സാത്താനെ അഴിച്ചു വിട്ടെ? അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്നതല്ലാതെ ഇതിനകത്തൊന്നും ഒരു കഥയില്ല. ഈ പറയുന്നവർക്ക് തന്നെ അറിയാം ഇതിലൊരു കഥയില്ലെന്ന്. സാത്താൻ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന ഒരാളല്ല, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളല്ല. മനുഷ്യനേക്കാൾ വളരെ ശക്തനാണ്, വളരെ അറിവുള്ളവനാണ്, വളരെ സമർത്ഥനാണ്. നമ്മുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് സാത്താനെ നേരിടാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിലുള്ളവൻ വലിയവനെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് നമുക്ക് സാത്താനെ നേരിടാൻ, സാത്താൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ
നമ്മളെ തോൽപ്പിക്കാൻ സാത്താൻ ഒരു വിഷമവുമില്ല. യൂദ 12 ഒരുവനായിരുന്നു, പക്ഷേ അവനിൽ സാത്താൻ കടന്നു. സാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണിത്. ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു, ഭക്തിയോടെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ആളുകളെയാണ് അവൻ പിടിക്കുക. കാരണം അവരെ പരിഹാസ്യ വിഷയമാക്കി ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവന് കഴിയും. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സാത്താൻ ഉന്നമിക്കും, അവരെ അവൻ വീഴിക്കുവാൻ ശ്രമിക്കും. അതാണ് യൂദയുടെ ജീവിതത്തിൽ ഉണ്ടായത്. യൂദ 12 ഒരുവനായിരുന്നു എന്ന് മാത്രമല്ല, അവന് പല പദവികളും ഉണ്ടായിരുന്നു. 12 എല്ലാവരും പണം കൈകാര്യം ചെയ്തിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, ഒരു കമ്മിറ്റിയിൽ പണം കൈകാര്യം ചെയ്യുന്നയാൾ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കും, വിശ്വസ്തനായിരിക്കും, അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന ആളുകൾ കരുതുന്നവനായിരിക്കും. 12 ശിഷ്യന്മാരുടെ കൂടെ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള മത്തായി ഉണ്ടായിരുന്നു. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി ടാക്സ് കളക്ടറായിരുന്നു. എന്നാൽ അവന് പണം കൈകാര്യം ചെയ്ത് പരിചയമുണ്ടല്ലോ. അവൻ്റെ കയ്യിൽ പേഴ്സ് കൊടുക്കാം, മടിശീല അവൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് ശിഷ്യന്മാർക്ക് ആർക്കും തോന്നിയില്ല. അവർ കരുതി മത്തായി കള്ളനായിരിക്കുമെന്ന്, കാരണം ചുങ്കക്കാരനായിരുന്നല്ലോ. യൂദയെക്കുറിച്ച് അവർ വിചാരിച്ചത് വളരെ സത്യസന്ധനാണെന്നാണ്. അവർ യൂദയ്ക്കൊരു പദവി കൊടുത്തു, പണം കൈകാര്യം ചെയ്യുന്ന പദവി. യൂദയ്ക്ക് യേശുവിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പോലും സമ്മതിക്കുന്ന ഒരു കാര്യം, യേശു എവിടെ എപ്പോൾ ഉണ്ടായിരിക്കുമെന്ന കാര്യം യൂദയ്ക്ക് അറിയാമെന്നാണ്. യേശുവിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നവനായിരുന്നു യൂദ. മാത്രമോ, യേശു ചെയ്ത ശുശ്രൂഷകളിലെല്ലാം തനിക്ക് പങ്കുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ യൂദയുണ്ടായിരുന്നു, ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ യൂദയുണ്ടായിരുന്നു, സദൂക്യരെ മിണ്ടാതാക്കിയപ്പോൾ, പരീശന്മാരെ മിണ്ടാതാക്കിയപ്പോൾ, ആ സമയത്തൊക്കെ യൂദ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പെസഹ ഭക്ഷണം കഴിക്കുമ്പോഴും യൂദ യേശുവിൻ്റെ കൂടെയുണ്ട്. യൂദയുടെയും കാലുകൾ യേശു കഴുകി. മതപരമായ എല്ലാ ചടങ്ങുകളിലും ഇയാൾ പങ്കെടുത്തിരുന്നു. എങ്കിലും യേശു ക്രിസ്തുവിനെ അവൻ ഒറ്റിക്കൊടുത്തു. ഒരുപക്ഷേ താങ്കളും ഇത്തരത്തിലുള്ള ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ, മതപരമായ എല്ലാ ചടങ്ങുകളിലും താങ്കൾ പങ്കെടുക്കുന്നുണ്ട്, കർത്താവിനോട് വളരെ അടുത്ത് നിൽക്കുന്നു എന്ന പേര് നിങ്ങൾക്കുണ്ട്, പദവികൾ നിങ്ങൾക്കുണ്ട്, പല ശുശ്രൂഷകളിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, ദൈവികമായ അനുഗ്രഹങ്ങൾ പലതും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും, ശുശ്രൂഷയിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. യൂദയെയും കർത്താവ് ഈരണ്ടായി തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ യൂദയും അയച്ചതാണ്. യൂദയും ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. മടങ്ങി വന്ന് അശുദ്ധാത്മാക്കളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞതിൽ യൂദയും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും യൂദയിൽ സാത്താൻ കടന്നു. നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവനെ രക്ഷിച്ചില്ല. ഇതിനെല്ലാം പുറമേ യൂദയ്ക്ക് വളരെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. യൂദയ്ക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും നന്നായിട്ട് അറിയാമായിരുന്നു. യേശുവിൻ്റെ സുഹൃത്തുക്കളെയും യൂദയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ യൂദയ്ക്ക് ദേവാലയത്തിൽ നല്ല പിടിയുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരെ അറിയാം, ശാസ്ത്രിമാരെ അറിയാം. നാം ഇവിടെ വായിക്കുന്നത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യൂദയെ അന്വേഷിച്ചു വന്നു എന്നുള്ളതല്ല, മറിച്ച് യൂദ അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ 12 ഒരുവനെ കണ്ടുപിടിക്കാൻ വരികയല്ലായിരുന്നു, മറിച്ച് യൂദ തന്നെ മുൻകൈയെടുത്ത് പടനായകന്മാരെയും മഹാപുരോഹിതന്മാരെയും പോയി കാണുകയായിരുന്നു. ഇവരെയൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു, നല്ല പിടിപാടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? സാത്താൻ യൂദയുടെ ഉള്ളിൽ കടന്നു. സാത്താൻ എങ്ങനെ മനസ്സിലായി യൂദയുടെ ഉള്ളിൽ കടക്കാമെന്ന്? അതിൻ്റെ കാരണം യോഹന്നാൻ പറയുന്നുണ്ട്. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതിനാലും അവൻ അതിലിട്ടിരുന്ന് എടുക്കുന്നതിനാലും സാത്താന് കാര്യം മനസ്സിലായി. പക്ഷേ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് പോലും യൂദയെ ഒരു സംശയവുമില്ലായിരുന്നു. സുവിശേഷങ്ങളിലൊക്കെ അവൻ കള്ളനായി ദ്രോഹിയായി തീർന്ന യൂദയെന്നൊക്കെ എഴുതുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ മരണശേഷമാണ് അവർ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത് വരെ ഒരൊറ്റ ശിഷ്യനും യൂദയെക്കുറിച്ച് യാതൊരു സംശയവുമില്ലായിരുന്നു. അവർക്കാർക്കും അവനെതിരെ ഒരു വിരൽ ചൂണ്ടി എന്തെങ്കിലും ഒരു കുറ്റം പറയാനില്ലായിരുന്നു. ഒരുപക്ഷെ യൂദയും
ആരാണ് ഈ പന്തിരുവരിൽ വലിയവൻ എന്ന ആർഗ്യുമെന്റിൽ പങ്കെടുത്തിരുന്നു. കാരണം അവനും ഒട്ടും മോശമല്ല. സാത്താൻ ഇവനെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ശിഷ്യന്മാർക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന കാര്യം സാത്താന് മനസ്സിലായി. ശിഷ്യന്മാർക്ക് ആർക്കും ഇവൻ കള്ളനാണെന്നോ ഇവനെ ഉപയോഗിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുക്കാമെന്നോ മനസ്സിലായില്ല. പക്ഷെ സാത്താന് മനസ്സിലായി. ഇതാണ് ഞാൻ പറയുന്നത്, സാത്താന് അപ്പോസ്തലന്മാരെക്കാളും ബുദ്ധിയുണ്ട്, അപ്പോസ്തലന്മാരെക്കാളും സമർത്ഥനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണോ? സാത്താന് യൂദയെ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? യൂദ തൃപ്തനായിരുന്നില്ല. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ കൂടെ ജീവിക്കുകയാണ്. അവൻ്റെ കൂടെ രാത്രിയും പകലും ചിലവഴിക്കുവാനുള്ള അവസരം ഈ അപ്പോസ്തലന്മാർക്ക് 12 ശിഷ്യന്മാർക്കുണ്ടായി. എന്നാൽ അതിലവൻ തൃപ്തനായില്ല. അവൻ തൃപ്തനായില്ല എന്നെങ്ങനെ അറിയാം? അവൻ്റെ ആഗ്രഹം ഒന്നാമത് പണമുണ്ടാക്കണം. പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും. മോഷ്ടിക്കും, ആളുകളെ ചതിക്കും. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളെ ചതിക്കുക എന്നത് അവരുടെ സംസ്കാരത്തിൽ വളരെ നീചമായ ഒരു കാര്യമാണ്. അതാണ് യൂദ ചെയ്തത്. പണത്തിന് വേണ്ടി ഏത് നീചകാര്യവും ചെയ്യാൻ അവന് മനസ്സായിരുന്നു. രണ്ടാമത് അവന് പദവി ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് വലിയവൻ എന്ന ഒരു വാഗ്വാദത്തിൽ 12 പേരും ഉൾപ്പെട്ടിരുന്നു. അതിൽ യൂദയും ഉണ്ടായിരുന്നു. പണം കൈകാര്യം ചെയ്യാനുള്ള അവസരം അവന് ലഭിച്ചപ്പോൾ അവനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു. കാരണം അവന് പദവി ആഗ്രഹമുണ്ട്. മൂന്നാമത്, ഇവന് പദവി ആഗ്രഹമുള്ളതുകൊണ്ടാണ് മഹാപുരോഹിതന്മാരുടെയും പടനായകന്മാരുടെയും അടുത്തേക്ക് പോയത്. കാരണം യേശുവിനെ ഒറ്റിക്കൊടുത്താൽ അവരിൽ നിന്നും ചില ഫേവർ കിട്ടും. പണം മാത്രമല്ല, അവർ അധികാരികളാണ്. റോമൻ ഗവൺമെൻറ് അധികാരം നൽകിയിരിക്കുന്നത് മഹാപുരോഹിതന്മാർക്കും പടനായകന്മാർക്കുമാണ്. സമൂഹത്തിൽ ശക്തിയുള്ളവരാണ്. നാം സാറിന് പറയുമല്ലോ, പണവും ശുപാർശയും വളരെ ശക്തിയുള്ളതാണെന്ന്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെയാണ്. യൂദ വിചാരിച്ചു, അധികാരികളുമായി ഒരു ചെറിയ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് വഴി നമുക്ക് കാര്യങ്ങൾ സാധിക്കാം. അവൻ അധികാരികളുമായുള്ള ബന്ധവും വലുതായി കണ്ടു. പക്ഷേ അവന് പറ്റിയ അബദ്ധം, ദൈവപുത്രനുമായി അവന് ഉണ്ടായിരുന്ന ബന്ധം വിലയുള്ളതായി അവൻ കണ്ടില്ല. ദൈവപുത്രനോടൊപ്പം ചെലവഴിച്ച സമയം അവന് തൃപ്തി നൽകിയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തോടു കൂടെയുള്ള സഹവാസം, ദൈവത്തോടുള്ള കൂട്ടായ്മ, അതിലവന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. അതിലവൻ തൃപ്തനല്ലായിരുന്നു. പ്രിയ സുഹൃത്തെ, ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. താങ്കൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നയാളാണോ? ഇത് നിങ്ങൾക്ക് വളരെ വിലയുള്ള ഒരു കാര്യമായി തോന്നുന്നില്ല, വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ യൂദയുടെ ജീവിതത്തിലുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണം അതാണ്. യേശുക്രിസ്തുവിനോടൊപ്പമുള്ള അവൻ്റെ സമയം, അവന് ലഭിച്ച അവസരങ്ങൾ, അതിലവൻ സന്തോഷിച്ചില്ല. അവനതൊരു ബേർഡനായിരുന്നു. അവൻ്റെ ആഗ്രഹം പണത്തിൽ, പദവിയിൽ, അധികാരികളുമായുള്ള ബന്ധത്തിൽ ആയിരുന്നു. 85-ാം സങ്കീർത്തനം എഴുതിയത് കോരഹപുത്രന്മാരാണ്. ആ സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം പ്രാർത്ഥന. ദൈവമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. നീ ഞങ്ങളോട് കോപിച്ചിരിക്കുന്നു, ഞങ്ങളോട് എന്നും കോപിക്കുമോ, ഞങ്ങളെ രക്ഷിക്കണം. ഇതാണ് ആ സങ്കീർത്തനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. അതിൻ്റെ 6-ാം വാക്യത്തിൽ കോരഹപുത്രന്മാർ ഇങ്ങനെ പറയുന്നു: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഇംഗ്ലീഷിൽ റിവൈവസ്, ക്വിക്കനസ് എന്നൊക്കെയാണ്. ഞങ്ങൾക്കൊരു ഉണർവ് വേണം, ഞങ്ങൾക്ക് റിവൈവൽ വേണം. ഉണർവ്, റിവൈവൽ, ഇതൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? പലരും കരുതുന്ന പോലെ ഉറക്ക സ്തോത്രവും ഹല്ലേലൂയയും പറയും, പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഉണ്ടാവും. ഇതൊന്നുമല്ല കോരഹപുത്രന്മാർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കും. അതാണ് ഉണർവിൻ്റെ ലക്ഷണം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഉണ്ടെങ്കിലും ഉണർവില്ല. ഉണർവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയുക എന്നതാണ്. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും അധികം അവസരങ്ങൾ ലഭിച്ചയാളാണ് യൂദ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് സന്തോഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. അവനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു.
അവൻ്റെ പരാജയ കാരണം അവന് ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നത് സാത്താൻ മനസ്സിലാക്കി. സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു, അവനെ നിയന്ത്രിച്ചു. ഇത് ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. നാം വളരെ ശ്രദ്ധിക്കണം. ദൈവപുത്രനോടൊപ്പമുള്ള കൂട്ടായ്മയ്ക്ക് നാം എന്ത് വില കൊടുക്കുന്നുണ്ട്? അത് വിലയില്ലാത്തതാണെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്, സാത്താനും അറിയുന്നുണ്ട്. വചനദീപം